ഫ്രണ്ട്സ്, വെൽക്കം ടു ബേക്ക് ആൻഡ് കുക്ക് ഈസി. ഇന്ന് നമ്മൾക്ക് ഒരു അടിപൊളി ചിക്കൻ പിസ്സ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മൈദ നമ്മൾ 3 കപ്പ് എടുത്തിട്ടുണ്ട്. മൈദ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഇട്ട ചൂടുവെള്ളമാണിത്. ഈസ്റ്റ് 1.5 ടീസ്പൂൺ എടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആക്റ്റീവ് ആവാൻ വെച്ചിരിക്കുന്നതാണിത്. പിന്നെ 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, പിന്നെ ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പ് ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അഥവാ ആവശ്യം വരികയാണെങ്കിൽ കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഡോയിൽ നിന്ന് ഒരു 2 പിസ്സ മീഡിയം പിസ്സ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് കുഴയ്ക്കാൻ തുടങ്ങാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒലിവ് ഓയിൽ ചേർക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം, കട്ടിയായിട്ട് എടുക്കരുത്. ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കട്ടി വരാൻ പാടില്ല. നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട് ഈസ്റ്റ്. കുറച്ച് ഒഴിച്ച് നമ്മൾ ഇത് കുഴയ്ക്കണം. കുറച്ച് ലൂസായിട്ടുള്ള ഡോയാണ് നമുക്ക് വേണ്ടത്. എന്നാലാണ് നന്നായിട്ട് നമുക്ക് പിസ്സ പരത്തി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നനഞ്ഞ തുണി വെച്ച് മൂടിയിട്ട് വേണം അടച്ചു വയ്ക്കാനായിട്ട്. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഒന്ന് കുഴച്ച് കൊടുക്കണം നമുക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മണിക്കൂറും കൂടി മൂടി വെക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് ഇപ്പോൾ കിട്ടിയേക്കണേ. ഇപ്പോൾ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നനഞ്ഞ തുണി വെച്ച് മൂടിയിട്ട് വേണം അടച്ചു വയ്ക്കാനായിട്ട്. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഒന്ന് കുഴച്ച് കൊടുക്കണം നമുക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മണിക്കൂറും കൂടി മൂടി വെക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. ഇത് കുറച്ചും കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവും. മാവ് കുഴയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ വലിയ പാത്രത്തിൽ കുഴയ്ക്കണം. ഇത് നമ്മൾ കുഴച്ച് വെക്കുമ്പോൾ ഒന്നും കൂടി ഡബിളായിട്ട് വരുമല്ലോ സൈസ്. അപ്പോൾ അതുകൊണ്ട് വലിയ പാത്രത്തിൽ വേണം കുഴയ്ക്കാൻ. പിന്നെ 1.5 കപ്പ് വെള്ളം ഇതിന് വേണ്ടി വന്നിട്ടുണ്ട്. 3 കപ്പിന് നമ്മൾ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുഴയ്ക്കാനായിട്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഇത് നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. നനഞ്ഞ തുണി വെച്ചിട്ടാണ് നമ്മൾ അടച്ചു വയ്ക്കേണ്ടത്. ചൂടുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പം പെട്ടെന്ന് മാവ് പൊങ്ങും. 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡോ എങ്ങനെയാണെന്ന് നോക്കാം. കുഴച്ച് വെച്ചിട്ട് നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കുഴച്ച് വെച്ചിരുന്നു. ഇപ്പോൾ 3 മണിക്കൂറും കൂടി കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഡോ ഒന്നും കൂടി നമുക്ക് കുഴച്ച് വെച്ചിട്ട് ഈ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റ് ഡോയാണ്. നമുക്ക് ഈ ഡോ കട്ട് ചെയ്തിട്ട് 2 ആക്കാം. എന്നിട്ട് 2 പിസ്സ ഉണ്ടാക്കാം. പിസ്സ ടോപ്പിങ്സിന് വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. സവാള 1 ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം 1 തന്നെ ക്യൂബായിട്ട് വെച്ചിട്ടുണ്ട്. ടൊമാറ്റോയും ക്യൂബാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ കുരുവൊക്കെ കളഞ്ഞിട്ട് വെച്ചേക്കുന്നതാണ്. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് എല്ലൊക്കെ മാറ്റിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ ചിക്കൻ പീസിൽ കുറച്ച് മുളക് പൊടി, ഉപ്പ്, നാരങ്ങാനീര് ഇതെല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് ഒലീവ്സ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഹോം മെയ്ഡ് പിസ്സ സോസാണ്. ഇതിൽ നമ്മൾ കുറച്ച് ഒറിഗാനോ ചേർക്കും, കുറച്ച് ടൊമാറ്റോ സോസും ചേർക്കണം. ഇനി ഈ സോസ് നമ്മൾ മോമോസിന് വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ്. മോമോസ് ചട്നി ഉണ്ടാക്കിയപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. മോമോസ് ചട്നി എന്ന് പറയുമ്പോൾ ടൊമാറ്റോ ചേർത്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ വറ്റൽമുളക് നമുക്ക് ഒഴിവാക്കാം. ഗാർലിക്കും ജിഞ്ചറും പിന്നെ ടൊമാറ്റോയും ചേർത്തിട്ടുള്ളത്. 1 വലിയ ടീസ്പൂൺ ഒറിഗാനോ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്.
പിന്നെ ടൊമാറ്റോ സോസ് നമ്മൾ 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒറിഗാനോ ചേർക്കുമ്പോൾ നല്ല മണമാണ്, പ്രത്യേക മണമാണ്. അപ്പോൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒറിഗാനോ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ്. നമുക്ക് ആദ്യം തിക്കായിട്ടുള്ള പിസ്സ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ആ ട്രേ ആണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഒലിവ് ഓയിൽ അതിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് കറക്റ്റായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം, അതിൻ്റെ എയറൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സോസ് ഇതിലിട്ട് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കണം. നമുക്കിതെല്ലാം ഇതിൽ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇത് ചിക്കൻ പീസസ് ആണ്. നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് കൂടുതലിടണമെങ്കിൽ കൂടുതലിടാം. ഓവനിൽ വെക്കാൻ വേണ്ടി പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒറിഗാനോ ഒന്ന് തൂവി കൊടുക്കാം. നമ്മുടെ ഓവൻ റെഡി ആയിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് വെക്കാം. ഡിഗ്രിയിൽ നമ്മൾ 25 to 30 മിനിറ്റ്സ് നമുക്ക് പിസ്സ റെഡി ആവാനായിട്ട് എടുക്കും. അപ്പോൾ നമ്മളുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒറിഗാനോടെ നല്ല സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ആ ക്രസ്റ്റും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചീസൊക്കെ കണ്ടോ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പീസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം. നമുക്കിനി തിൻ പിസ്സ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് റവ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇതിൻ്റെ ക്രസ്റ്റ് തിന്നായിരിക്കും, നല്ലതുമാണ്, നല്ല ടേസ്റ്റുമായിരിക്കും. വലിയ പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഈ വലിയൊരു പാനിൽ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലുപ്പമുള്ള ഒരു പിസ്സയാക്കി എടുക്കണം. അത് തിൻ പിസ്സയ്ക്കുള്ള ബേസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിങ്സ് ഒക്കെ അതിൽ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കണം, അതിൻ്റെ എയറൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് സോസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒലീവ് ഇട്ട് കൊടുക്കാം. നമ്മൾ കടയിൽ നിന്ന് പിസ്സയൊക്കെ വാങ്ങിക്കുമ്പോൾ ചിക്കനൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ഇഷ്ടംപോലെ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. പിള്ളേർക്കാണെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന പിസ്സ ആയിരിക്കും കൂടുതൽ ഇഷ്ടം.
അതുപോലെ ചീസ് നമ്മൾ പിസയ്ക്ക് ചീസ് തന്നെ ചേർക്കണം. നമ്മൾ വൈറ്റ് സോസൊക്കെ ചേർത്തിട്ട് ആ ടേസ്റ്റ് കിട്ടൂല, പിസയുടെ ടേസ്റ്റ് കിട്ടൂല. തിൻ പിസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 20 മിനിറ്റിനുള്ളിൽ റെഡിയാകും. തിന്നായതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും. അങ്ങനെ നമ്മളുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.